അപ്പൊ ഞങ്ങളിത് എല്ലാവരും കൂടി ഒരു യാത്രയിലാണ്. ഇന്ന് ഞങ്ങൾ എന്താണെന്ന് വെച്ചാല് എല്ലാവർക്കും വെള്ളത്തിൽ ഒന്ന് ഇറങ്ങി കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം പോകണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ ഞങ്ങള് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നു, ഇങ്ങനെ അതിരപ്പള്ളിക്ക് പോകുന്ന റൂട്ടില് ഒരു സ്ഥലമുണ്ട്. ഏകദേശം നമ്മുടെ ഡ്രീം വേൾഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു അടിപൊളി സ്ഥലം. അതായത് അതിരപ്പള്ളി ആ വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് വരണ പുഴ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഇറങ്ങാനൊക്കെ ഒരു സൗകര്യം ഉണ്ട്. അതേമാതിരി കുറച്ചും കൂടി സേഫാണ്. അത്ര വലിയ കുണ്ടും വഴുക്കലും കിഴുക്കലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ സേഫാണെന്ന് പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടാ. വെള്ളത്തിലുള്ള കാര്യങ്ങളാണ്, അത് വേറെ കാര്യം. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ ഇന്ന് പോണേ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 40 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ സ്ഥലമാവും. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് ഇന്ന് പോണത്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇന്ന് അവിടേക്ക് പോണ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഫുഡി ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പേരാമ്പ്ര എത്തിയിട്ടാ. പേരാമ്പ്ര പള്ളിയും ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വലതുവശത്തിന് അപ്പോളോ ടയേഴ്സ് വരുന്നുണ്ട്. അത് പേരാമ്പ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അപ്പോളോ ടയർ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. അവർക്കൊരു യൂണിറ്റ് കളമശ്ശേരിയിലുണ്ട്. ഇതാണ് അപ്പോളോ ടയർ ഫാക്ടറി കേട്ടോ. അതേ റൈറ്റ് സൈഡില്. അപ്പൊ നമ്മള് ഇവിടെ പോട്ടയില് ഇവിടെ തിരിയൂട്ടാ. അടിപൊളി. ഞാൻ അവിടെ പോയി അടിയോടെ പോയി തിരിച്ചു വന്നിട്ട് തിരിച്ചു. അപ്പൊ ഞങ്ങളെ ആ പറഞ്ഞ ഫ്ലോയിൽ അങ്ങോട്ട് പെട്ടെന്ന് വഴി ഇങ്ങോട്ട് കടന്നു. പക്ഷെ നമ്മൾ അപ്പൊ തന്നെ അതിന്റെ ഇപ്പുറത്തോളം ഇങ്ങോട്ട് തിരിഞ്ഞു. ഇതാണ് നമുക്ക് പോകാനുള്ള വഴി. ഇവിടെ ഒക്കെ വെൽക്കം വെച്ചിട്ടുണ്ട്. മലക്കപ്പാറ അതിരപ്പള്ളി എന്നൊക്കെ പറഞ്ഞതേ. ഈ വഴിക്ക് നമുക്ക് പോവാം. അപ്പം നമുക്ക് ശരിക്കും നേരെ പോയി കഴിഞ്ഞാൽ ചാലക്കുടിയിൽ ചെന്നിട്ട് വേണം പിന്നെ പോകണമെങ്കിൽ. അപ്പം അത് നമുക്ക് വളഞ്ഞ് പോണ ഒരു വഴിയാണ്. അപ്പോൾ ആ വഴിക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് ഇതിവിടെ പോയാൽ സിമ്പിളായിട്ട് കുറച്ച് വഴി ലാഭിക്കാം. അതിരപ്പള്ളി ചാലക്കുടി റൈറ്റിലേക്ക് കേട്ടാ. അപ്പൊ നമ്മളെ ഇനി ഇവിടുന്ന് ഏകദേശം നമുക്ക് നേരെ പോവുകയാണെങ്കിൽ ഒരു 9-9.5 കിലോമീറ്റർ ഉള്ളു. അപ്പൊ നമ്മൾ അതിന് മുപ്പാട് നമ്മളിവിടെ ഒരു ഫേമസ് ചായക്കട ഉണ്ട്, വാസുവേട്ടന്റെ ചായക്കട എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ടേക്ക് പോവുക. അപ്പൊ നമ്മളും ഇന്നിവിടെ കേറുന്നുണ്ട് കേട്ടാ. പതിവ് തെറ്റിക്കുന്നില്ലേ നമ്മളായിട്ട്. നമ്മളെ വാസുവേട്ടന്റെ ചായക്കട കണ്ടില്ലേ നിങ്ങള്, എലഞ്ഞിപ്പറ. അതിരപ്പള്ളി റൂട്ടിലൊക്കെ പോകുമ്പോൾ എല്ലാവരും സ്ഥിരമായിട്ട് കയറി ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലാണിത്. അപ്പോൾ നമ്മളും ഒന്ന് കയറി അവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്തിട്ട്. ബീഫ് നമ്മളെ വാസുവേട്ടന്റെ ചായക്കടയിൽ വന്നിട്ട് കൂടെ എന്താ കഴിക്കാണെന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ നമ്മള് വന്ന സമയം ഒരു 4 മണി ആയിട്ടാ. ഒരുവിധം കുറെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു. എന്നാലും നമുക്ക് കുറച്ച് വെറൈറ്റി കിട്ടി. അതായത് നമ്മളിത് കപ്പ കൊണ്ടുവച്ചിട്ടുണ്ട്. അതേമാതിരി നമുക്കിത് ബീഫ്, പിന്നെ ഇത് ഡക്ക് താറാവ്, ഇത് മോയൽ ഫ്രൈ, ഇങ്ങനെ. പിന്നെ നമുക്കിത് വറ്റിച്ച മീൻകറി, അത് ഇതിൽ ഒഴിച്ച് ചാറ് മിക്സാക്കി കഴിക്കാൻ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മളിന്ന് വാസുവേട്ടൻ്റെ ചായക്കടയിലത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോവാട്ടോ എങ്ങനെയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ച് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്.
പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഈ അതിരപ്പള്ളി റൂട്ടിൽ പോകുമ്പോൾ എപ്പോഴും, അതായത് ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു 3-5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെൻറ്റർമാർ വരും, അവിടെയാണ് ഈ ചായക്കട. അപ്പോൾ ഈ ചായക്കടയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കണ്ടമാനം വെറൈറ്റി ഫുഡ് ഇവിടെ ഉണ്ടാവും. അതായത് ഇപ്പോൾ പോർക്ക് കഴിഞ്ഞു, പിന്നെ എന്നിട്ടാ ഫുഡും മുന്നിലിരിക്കുന്ന കാരണേ വർത്തമാനം അധികം നേരം പറയാൻ പറ്റില്ല. ഫുഡാണ് മുന്നിലിരിക്കുന്നത്, പിന്നെ എങ്ങനെ നമ്മളിങ്ങനെ തന്നെ വർത്തമാനം പറയാം. പിന്നെ അങ്ങനെ പല വെറൈറ്റി സാധനങ്ങൾ ഉണ്ട്. പക്ഷെ ഇന്നില്ല, ഉള്ളത് മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം തീർന്ന ഉച്ചയ്ക്കാണ് ഇവിടുത്തെ ഊണ് ഭയങ്കര ഫേമസാ. അതായത് വാസന്റെ കടയിലത്തെ ഊണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ്. അപ്പൊ ഊണ് കഴിക്കണമെന്ന് നമ്മൾ ചോദിച്ചു. പക്ഷെ ഊണിന്റെ സമയം കഴിഞ്ഞ് നമ്മൾ ഊണൊക്കെ കഴിച്ചാൽ വന്നത്. അപ്പൊ നമുക്ക് ഈ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ആദ്യം തന്നെ. ഇവരെ ബീഫ് നല്ല ടേസ്റ്റുണ്ട്. അതിൻ്റെ ബീഫിൽ ഒരു ചെറിയ ചെറിയ പീസ് കായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ നെയ്യും കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലൊക്കെ വെച്ച് കഴിക്കാൻ മതി. പിന്നെ ഇവിടെ നിങ്ങൾ കണ്ട നമുക്ക് ഫുഡ് കൊണ്ടുവച്ചാണത് ഇലയിലാട്ടാ, പാത്രത്തിലൊന്നല്ല. ഇത് നമ്മുടെ താറാവ് റോസ്റ്റ് ആട്ടത്. ഈ താറാവ് റോസ്റ്റിലും അവർ കണ്ട ചെറിയ ഉരുളൻകിഴങ്ങ് ചെറിയ ഒരു സൈഡായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് മുട്ടണ്ടാട്ടാ, അപാര ടേസ്റ്റാണ്. ഞാൻ അവിടെ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി. വെറുതെ പറയണതൊന്നല്ല കേട്ടോ, ടേസ്റ്റ് ഉള്ള കാരണം തന്നെ പറയണതാ. കാരണം എന്താ വെച്ചാല് ഇവിടുന്ന് ഫുഡ് മേടിക്കുക. ഇപ്പൊ നമ്മൾ പോണ സ്ഥലം, ഞാൻ സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്ഥലത്തിന്റെ പേര് പറയാം. വിരിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകണം. കുറച്ചു നേരം വെള്ളത്തിൽ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനത്തെ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കൊണ്ടുപോയി അവിടെ ഇരുന്ന് കഴിച്ച് നമ്മൾ എല്ലാം കുളിച്ച് വരുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇവിടുത്തെ ചേട്ടൻ പറയുക, ഇന്ന് വന്ന കുറേ എറണാകുളത്ത് നിന്നൊക്കെ വന്ന ടീമുകളെ ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഈ സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ പോണ സ്ഥലം അടിപൊളി സ്ഥലമാണ്. നമ്മളിപ്പോൾ ഇത് കൊണ്ടുപോകണില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ച് ഞങ്ങൾ പോകും. നമുക്ക് കുറച്ച് ചെമ്മീൻ ചമ്മന്തി കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തിൻ്റെ സാധനം, കഞ്ഞി കുടിക്കാൻ ഈ സാധനം മാത്രം മതി. ചെമ്മീൻ ചമ്മന്തി എന്തിൻ്റെ ടേസ്റ്റ്, ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന കേട്ടോ. ആൽഫിന്ന് നോക്കിയേ, താറാവിൻ്റെ ടേസ്റ്റ് അടിപൊളിയാട്ടാ. അല്ല, ഞാൻ ഇപ്പോൾ ക്യാമറ പിടിക്കായിരുന്നു, അത് തന്നെ ഞാൻ കൈവച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴേ കൈവച്ചുള്ളൂ. എല്ലായിടത്തും മട്ട എത്തിയിട്ടില്ല. അപ്പോൾ താറാവ് കഴിച്ചു, അതുപോലെ മോയിൽ ഫ്രൈ കഴിച്ചു. അടിപൊളിയാട്ടാ. മോയിൽ ഫ്രൈ സൂപ്പർ സാധനം. ആ കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. ഫ്രൈ ആയിരുന്നുള്ളൂ. അതായത് കറിനാളും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചു നോക്കാം. അതായത് നോ കൊളസ്ട്രോളാണ്, സൂപ്പർ സാധനമാണ്. വൈറ്റ് മീറ്റ് ആണ്. അപ്പോൾ നമുക്ക് അത് ഫ്രൈ ആണ്. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ആദ്യത്തെ ഒരു റൗണ്ടൊക്കെ ഇട്ട് അല്ലേ, അത് ക്യാമറ അങ്ങനെ കാണിക്കുന്ന ഒരു സമയത്ത് ഒരു സ്ലോ ഉണ്ടായിരുന്നുള്ളൂ. ക്യാമറ ഒന്ന് ഇത്തിരി അധികം മാറ്റി വെച്ചോടുകൂടി ഇതേ ഈ പരിപാടി കഴിഞ്ഞു. അതിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞാട്ടെ ഈ കപ്പ. ഇതിപ്പോൾ ആദ്യം കപ്പ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും അവസാനിച്ചു. 4 മണിയായി. അവരിത് കട ഒതുക്കി തുടങ്ങി. അതായത് ഇവിടെ കോവിഡിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം ഫുൾ ടൈം ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് സാധനങ്ങൾ തീർന്ന് അപ്പം നിർത്തുന്നത്. ഇന്ന് നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് സാധനങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നു. അപ്പം ഇനി നമുക്ക് കുറച്ച് കപ്പയും കിട്ടിയിട്ടുണ്ട്, കുറച്ച് താറാവ് കറിയും കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അതുകൊണ്ട് വെച്ച് ഒരു പരിപാടി കൂടി സെറ്റ് ചെയ്യാൻ പോവാ. ഇവിടെ ഉണ്ടാക്കണവര് ഇവരെന്നെ മോര് ആക്കി അല്ല തൈരുണ്ടാക്കി ചെയ്യണതാണ്. അപ്പോൾ ഇത് ഊണിന് കൊടുക്കണതാണ്. അപ്പോൾ ഒരു ഇപ്പോൾ ടൈം കഴിഞ്ഞപ്പോൾ നമുക്ക് പോരും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് നല്ലതല്ലേ, നമുക്ക് ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഗ്ലാസ് കഴിക്കുക, സൂപ്പറായിരിക്കും. അപ്പോൾ ഇതേ ഞങ്ങൾ ഇതും കൂടി ഒന്ന് അവസാനിപ്പിക്കില്ല. ടേസ്റ്റ് ഇല്ലേ സൂപ്പർ തന്നെ കേട്ടോ. ഞാനിത് വെറുതെ പറയണതൊന്നല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും അവിടെ കഴിച്ചിട്ട് അവരെ പൊക്കി പറയുന്നത്, അതൊന്നല്ല. നമ്മൾ മനസ്സിൽ തട്ടി കഴിച്ചിട്ടുള്ള ആ ടേസ്റ്റ് തന്നെ നിങ്ങളോട് പറയണേ. നിങ്ങൾ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വാസന്റെ കടയിൽ ഒന്ന് കയറി നോക്കുക. ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. ശരിയാണെങ്കിലും കമന്റ് ചെയ്തോളൂ ഈ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഫിനിഷിംഗ് ടച്ചാട്ടേ രണ്ടാമത്തെ ട്രിപ്പ് അതും കഴിഞ്ഞത്. അതിലേക്ക് നമ്മളിപ്പോൾ ക്ലീൻ ആക്കി.
അതെ നല്ല പോളിങ്ങാ. ഏറ്റവും ടേസ്റ്റ് ബീഫും താറാവും കറി മുട്ട ഉണ്ടാട്ടാ. ബീഫ് പിന്നെ ഇവരുടെ സൂപ്പർ തന്നെയാണ്. ബീഫ് പലർക്കും പ്രശ്നമാണെങ്കിൽ താറാവ് അടിപൊളിയുണ്ട്. കപ്പയുടെ കൂടെ കഴിക്കുമ്പോ ഒരു സൂപ്പർ ടേസ്റ്റ് അല്ലേ? ആ അതാണ് ഒരു വെറൈറ്റി ആയി. ഇവിടെ ഭക്ഷണം നമുക്ക് ഇലയിലാട്ട തരിക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇല എടുക്കണം. അപ്പോൾ നമ്മളിത് ഇനി ഇലയ്ക്ക് എടുത്തത് വേസ്റ്റിലേക്ക് കൊണ്ടുപോയി ഇടുന്നുണ്ട്. അത് ഇവിടുത്തെ സിസ്റ്റമാണ്. ഇവിടെ എഴുതി വെച്ചെന്ന് കണ്ട ഇല എടുക്കണമെന്ന്. ഇവിടെ എല്ലാ ഫുഡും നമുക്ക് ഇലയില തരിക. അപ്പോൾ നമ്മളെ വാസറിൻ്റെ കടയിലെ വാസറിൻ്റെ മകനാണ് ശിവൻ ചേട്ടൻ. ശിവൻ ചേട്ടനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ശിവൻ ചേട്ടൻ ഇവിടെ മെയിനായിട്ട് ഏതൊക്കെ ഫുഡുകളാണ് ഉള്ളത്? ഇവിടെ രാവിലെ കഞ്ഞി, കപ്പ ഐറ്റംസ്, പിന്നെ ബീഫ് അങ്ങനെ ഐറ്റംസ്, മീൻ കറിയൊക്കെ ആയിട്ട് തുടങ്ങും. പിന്നെ 11 ലഞ്ച് തുടങ്ങും. ലഞ്ച് തുടങ്ങിയാൽ അതൊരു 3, 3:30, 4 മണിയോടെ അവസാനിക്കും. മെയിനായിട്ട് അപ്പോൾ ഈ ഐറ്റം തന്നെ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് പൊറോട്ട, ബീഫ്, മറ്റേ ചപ്പാത്തി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ടിഫിൻ ഐറ്റംസ് ഒന്നുമില്ല. ചായയോ? ചായയില്ല, ലഞ്ച് ചായ ഇല്ല. മെയിനായിട്ട് ഇവിടുത്തെ ഊണാണ് ഫേമസ്. അതായത് മെയിനായിട്ട് ഇവിടെ ആട്, മട്ടൻ ഉണ്ട്, അതേമാതിരി താറാവ്, മുയല്, ബീഫ്, പോർക്ക് 5 തരം. പിന്നെ മീൻ വറ്റിച്ചത്, പിന്നെ ചിക്കൻ റോസ്റ്റ്, ഫ്രൈ, അങ്ങനെ നമുക്കുള്ള എല്ലാ തരങ്ങളും കൂട്ടിയിട്ട് ഇവിടുത്തെ ഊണാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ. പിന്നെ കപ്പയും വേണ്ടവർക്ക് കപ്പയും, ഇതാണ് ഇവിടുത്തെ മെയിൻ. പിന്നെ കാലത്ത് ആൾ പറഞ്ഞ മാതിരി കഞ്ഞി. ഇതിപ്പോ എത്ര വർഷമൊക്കെ ഇവിടെ? ഇത് അതിനായിട്ട് തുടങ്ങിയ ഒരു 48-49 വർഷം. അത്രയ്ക്കും പഴക്കമുള്ള ഒരു കടയാണ്. വാസുവേണ്ട കടയിൽ അവിടെ നിന്ന് മുന്നിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ നമ്മുടെ മെയിൻ വഴിയിലേക്ക് നമ്മൾ കയറുന്നു. ഇപ്പൊ നമ്മൾ പോട്ട ജംഗ്ഷൻ, പോട്ടയിൽ നിന്നാണല്ലോ വന്നത്. ആ വഴിയിൽ നിന്ന് നമ്മൾ പോട്ടയിൽ ഇപ്പുറം റൂട്ടിലാണ് വന്നത്. നമ്മള് ഇതേപോലെ നമ്മള് ആനമല റൂട്ടിലേക്ക് കയറുന്നു. അതായത് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വഴിയില് അത് ചാലക്കുടി എന്ന് പറഞ്ഞ കേട്ടാ. ചാലക്കുടി സെന്ററിൽ നിന്ന് വരുന്ന വഴിയാണ്. അത് 3 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വാസുവേണ്ട ചായക്കട. നേരെ അതിരപ്പള്ളി. മറ്റേ നമ്മൾ വന്ന വഴിക്ക് വരികയാണെങ്കിൽ വഴി വരുമ്പോ വഴിയിൽ തന്നെ കാണാട്ടാ. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ചായക്കടയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പറഞ്ഞത്. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫുഡൊക്കെ. അപ്പോൾ അതേ നമ്മള് കറക്റ്റ് വാസന്റെ ചായക്കടയിലേക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും അതിരപ്പള്ളിയിലേക്ക് പോകുമ്പോൾ ഒന്ന് കയറുക, ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിരിക്കും. അത്രേ ഉള്ളൂ. വേറെ ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ചായ കൂടെ കുറിച്ച് ജസ്റ്റ് കയറി നിങ്ങൾ കഴിച്ചാ അതാണ് അതിന്റെ ഫീല്. വേറെ ഒന്നും ഇല്ല. വേറെ ആരും പറയേണ്ട കാര്യമില്ല. ഇനി അല്ല, ഒരുവിധം എല്ലാവരും എത്തി ഭക്ഷണം കഴിച്ചിട്ടുള്ള സ്ഥലമായിരിക്കും. ഇനി ആരെങ്കിലും അവിടെ പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി ഒന്ന് ട്രൈ ചെയ്തോട്ടെ. അതാണ്. പോയവർക്കാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. അവരെന്തായാലും പോകുമ്പോ അവിടെ കയറും. ഇനിയിപ്പോ ഞങ്ങൾ എന്തായാലും വന്നാൽ കയറും. ഇവിടെ ഒരു നാളെ ഇനി കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട് ഇരിക്കുന്ന ഇവിടെ റെഡി ആയി. നാളെ മുഖി ഇവിടെ വന്ന് ചായ കുടിച്ച് പോവാന്ന്. വഴി വരെ വന്നിട്ട് കയറാണ്ട് പോയാൽ നഷ്ടമാണ്. നമ്മളിത് ഡ്രീം വേൾഡിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടാ. ഡ്രീം വേൾഡ് കഴിഞ്ഞിട്ട് 4 കിലോമീറ്റർ പോയാൽ നമ്മുടെ സ്പോട്ടായി. ഇതാണ് നമ്മുടെ ഡ്രീം വേൾഡ്. ഇപ്പൊ ഡ്രീം വേൾഡില് ഇപ്പൊ ഇത് ഓപ്പൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ആൾക്കാരൊന്നും കാണാനില്ല, ഒന്നും കാണാനില്ല. അപ്പൊ ഇത് ഓപ്പൺ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ. അപ്പൊ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വരണതേ ഒരു നല്ലൊരു വളവ് വരുന്നുണ്ട്. അപ്പൊ വളവിന്റെ പേര് ചക്രപാണി വളവ് എന്നാ. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. ഇതിവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ വളവ് അതൊരു 1.5 വളവാട്ടാ. ആ വളവില് നമ്മൾ റൈറ്റ് തിരിയും. നമ്മുടെ പറഞ്ഞ ഈ സ്ഥലത്തേക്ക്, നമ്മുടെ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞില്ലേ, വിരിപ്പാറ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസ് ഒഴുകി പോണ പുഴയാണ്. അപ്പൊ നല്ലൊരു സ്ഥലമാണ്. നമുക്കൊക്കെ ഇരുന്ന് ഫാമിലിക്ക് ആയാലും ബാച്ചിലേഴ്സിനായാലും അടിപൊളി സ്ഥലമാട്ടാ. വലിയ തിക്കും തിരക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമുക്കത് കാണാം. അതിന്റെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാന്ന് ഇപ്പൊ കാണാം. കുറച്ച് പ്രളയം വന്നപ്പോ പോയിന്ന് പറയണേ. കാരണം എന്താ വെച്ചാൽ ഓരോ തുരുത്തുമാരിയും ചെറിയ ചെറിയ മരം ഇങ്ങനെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല ഫാമിലിക്കൊക്കെ പോയി ഇങ്ങനെ ഒരു സൈഡുകളിലൊക്കെ വേണമെങ്കിൽ കുളിക്കാനും ഇപ്പോഴും പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഇതൊക്കെ നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു. അപ്പൊ അതൊക്കെ കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രളയത്തില്. എന്നാലും അടിപൊളി തന്നെയാണ്.
നമ്മൾ വളവ് എത്തിയിട്ടാ. നല്ലൊരു അടിപൊളി വളവാണ് അങ്ങോട്ട്. നമുക്ക് ആ വളവിലേക്കാണ്ട് ഇറങ്ങണ്ട, നമ്മളിവിടെ റൈറ്റ് തിരിയണ കണ്ട. ഈ ഇവിടെ MCBS ആശ്രമ ചക്രപാണി കൊന്നക്കുഴി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വഴിയിലേക്ക് കയറിയിട്ട് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ടായി. അപ്പൊ ഈ വളവൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വളവില് റൈറ്റ് തിരിയണം. ഇല്ലെങ്കിൽ ആരോടെങ്കിലും ഇവിടെ ഒന്ന് ചോദിച്ചാൽ അറിയാവുന്ന കേസുള്ളൂ. നമുക്ക് ഇവിടെ ചോദിച്ചാൽ പറഞ്ഞു തരും. അപ്പൊ നമുക്കിനി എന്തെങ്കിലും ഒരു ഡൗട്ട് പറഞ്ഞ വഴിയിലുണ്ടെങ്കിൽ ആ ചക്രപാണി വളവിന്റെ അവിടെ ഒന്ന് ചോദിച്ചാലും മതി. ആ വളവ് ഞാൻ പറഞ്ഞില്ലേ, ജാതി വളവാണ്, അവിടെ എന്തായാലും തെറ്റില്ല. അപ്പൊ ഒന്ന് ചോദിച്ചാൽ റൈറ്റിലേക്ക് തിരിയുക. പിന്നെ നേരെ വന്ന് നിൽക്കുക നമ്മുടെ ഈ പുഴയുടെ അവസാന ഭാഗത്താ. അവിടെ ആണെങ്കിൽ കുറച്ച് റിസോർട്ടുകളുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക്. അവിടെ ഉണ്ട് ഒരു 3-5 റിസോർട്ട്. അപ്പൊ അതിൽ താമസിച്ചാലുള്ള ഗുണങ്ങൾ എന്താണെന്നറിയോ? അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ പുഴയിലേക്ക് ഇറങ്ങാം, അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കുക, അവിടെ തന്നെ പോയി ഇരിക്കുക. അങ്ങനെ കുറെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. എല്ലാം നമുക്ക് കാണാം. അടിച്ച് പൊളിക്കാൻ നമുക്ക് ഉണ്ട്. ഇന്ന് നിങ്ങളൊന്നും മിണ്ടാത്ത പവർ വരട്ടെ. നമുക്ക് എന്ത് പവറില്ലാത്ത ഇതേമാതിരി നമ്മുടെ വാസന്റെ ചായക്കടയിൽ നിന്ന് അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് പവറില്ലാന്ന് എന്താണ് പവർ ഔട്ടാണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് പൈനാപ്പിൾ കൃഷി കാണാം കേട്ടോ. അതെ, ലെഫ്റ്റ് സൈഡില് നിങ്ങൾ നോക്കിയേ, നല്ല പൈനാപ്പിളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കൃഷിന്റെ ഈ ഭാഗത്ത് അതിന്റെ ഉൾപ്രദേശത്തൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാം. അതെ, അതിൻ്റെ ഉള്ളിലേക്ക് മൊത്തം പൈനാപ്പിളാ. അത് ഈ റബ്ബർ വെച്ചതിന്റെ ഇടയില് അവര് ചെയ്യണതാന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇടവിള എന്താ പറയാ, ഇടയിലൊരു വിളവെടുപ്പ്. അവിടെ മതിൽ കാരണം കാണുന്നില്ലേ, ആ സൈഡിൽ നിന്ന് കാണാം. അതെ കണ്ട, ഫുള്ള് ദേ ഇവിടെ, അതെ ഫുള്ള് ദേ ഇവിടെ പൊട്ടിച്ചു തുടങ്ങി. ഇവിടെ പൊട്ടിച്ചൊക്കെ തുടങ്ങിയിട്ട് അതെ പറിച്ച് മാറ്റിയിട്ടാണ്. ആദ്യം നടണം, അല്ലെങ്കിൽ കാര്യമില്ല. പൊട്ടി വന്നാൽ അത് ഇപ്പൊ നമ്മള് വാഴയൊക്കെ പറിച്ച് നടന്ന മാതിരിയുള്ള ഒരു സിസ്റ്റാ. അപ്പൊ അത് പറിച്ച് വീണ്ടും ആദ്യം നടണം. നമ്മളാ സ്പോട്ടിലേക്ക് എത്തി കണ്ട, കാഴ്ച നോക്കിയ റിസോർട്ടും മയാണ് ഇവിടെ. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇവിടെ ഒരു 5-6 റിസോർട്ട് ഉണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടാ. സ്പോട്ട് തെറ്റൊന്നുമില്ല, അടിപൊളിയായിട്ട് നമുക്കറിയാം. ഇപ്പൊ കണ്ടില്ലേ എത്ര റിസോർട്ടാണ്. ഈ റിസോർട്ടിന്റെ അവിടെ വരിക, നമ്മുടെ വണ്ടിയൊക്കെ കണ്ട ഇങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്യുക. കാണിച്ചു കൊടുത്തരാ, പാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ടുള്ള അങ്ങനെ ഇതൊക്കെ നമ്മൾ പോണ സ്ഥലത്തേക്ക് ആ പുഴയിലേക്ക് വന്നിട്ടുള്ള വണ്ടികൾ പാർക്ക് ചെയ്യുക. ചില ഡ്രസ്സൊക്കെ മാറി ഇനി കളർഫുള്ളാക്കി അതിലിറങ്ങണ്ട, വെള്ളത്തിലിറങ്ങണ്ട. പിന്നെ വെള്ളത്തിലിറങ്ങിയിട്ടുള്ള കളികൾ തുടങ്ങുമ്പോൾ അപ്പോൾ അത് ഒന്നുമില്ല, നമ്മളിത് ഇങ്ങോട്ട് ഇറങ്ങുക സിമ്പിളായിട്ട്. വഴിക്കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വിരിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമായി. അങ്ങനെ നോക്കിയാൽ ഇവിടെ തന്നെ അതിൻ്റെ ഒരു വ്യൂ നോക്കിയാൽ എന്തൊക്കെ പുഴ. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് വഴി വേണ്ട, ചവിട്ടൊക്കെ ഇട്ട് കൃത്യമായിട്ട് അങ്ങോട്ട് വഴിയുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. ഒന്ന് നോക്കിയേ നിങ്ങള്, ആ പാറയും ആ വെള്ളം ഒഴുകലും. ആഹാ, ഇവിടുത്തെ ലുക്ക് തന്നെ നോക്ക്, എന്തിട്ടാ ലുക്ക്. ഇതാണ് സ്ഥലം. ഇനി നമ്മളിങ്ങനെ അങ്ങനെ ഉള്ളിലേക്കാണ്ട് പോവും. നമ്മളാ റിസോർട്ടുകൾ പറഞ്ഞില്ലേ, ആ റിസോർട്ടുകളുടെ ബാക്ക് മുഴുവൻ വന്നിക്കണാണ്ട് ഈ പുഴയുടെ ചേരയാണ് അവർ അതിർത്തി. അപ്പോൾ നമുക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസോർട്ടുകൾ താമസിച്ച് കഴിഞ്ഞാൽ ഈ
ഈ റിസോർട്ടുകളിൽ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പുഴയിൽ ഇറങ്ങാം, ഇവിടെ കുളിക്കാം, ഇവിടെ ഇരിക്കാം. ഇവിടെ ശരിക്കും ഞാൻ അന്വേഷിച്ച പറഞ്ഞത് ഇവിടെ പല റിസോർട്ടുകളിലും ഇവിടെ എന്താ പറയാ മറ്റേ ക്യാമ്പ് ഫയർ വരെ നടത്താറുണ്ട്. ഈ പാറപ്പോ ഇങ്ങനെ തെളിഞ്ഞ് വെള്ളം അധികം ഇല്ലാത്ത സമയമാണെങ്കിൽ നമുക്കിവിടെ ക്യാമ്പ് ഫയർ വരെ അവർ സെറ്റ് ചെയ്ത് തരും. അതേമാതിരി ഫുഡ് അവിടെ നമുക്ക് ഇങ്ങോട്ട് പാഴ്സൽ തരും. അതൊക്കെ ഇവിടെ കഴിച്ച് നല്ലൊരു അടിപൊളി എൻജോയ്മെന്റ് ആണ്. അങ്ങനെ വരുന്നവർക്ക് അങ്ങനെ വരാം. ഇത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വരുന്നവർക്ക് വന്നാൽ അതെ. ഞങ്ങളിനി നിങ്ങൾ നോക്കിയേ കാണിച്ചോർത്തെ ഇതാ അങ്ങോട്ട് കുറെ പോയിട്ടുള്ള പാറമിക്കാട്ടെ പോണേ. അപ്പൊ നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് അങ്ങനെയാണ് പോവും. നടക്കല്ലേ അപ്പൊ നമുക്ക് നടന്നോ അതായത് നല്ല വെള്ളം മഴ പെയ്യുന്ന സമയത്ത് വരികയാണെങ്കിൽ വെള്ളം കലങ്ങിയൊക്കെ വരിക. അപ്പൊ നമുക്ക് വലിയൊരു എയിം ഉണ്ടാവില്ല, അപ്പൊ ഒരു നല്ല മഴയില്ലാത്തൊരു സമയത്ത് വരണം. അപ്പോഴാണ് ഇപ്പൊ പിന്നെ ഞങ്ങളിന്ന് വന്നത് വീക്കെൻഡ് അല്ല കേട്ടാ. വീക്കെൻഡ് ആണെങ്കിൽ ഇവിടെ ഫുള്ള് ആളുണ്ടാവും. ഇപ്പൊ വളരെ കുറച്ച് ഫാമിലീസ് ഉള്ളൂ. ഫാമിലികൾ ഇഷ്ടം പോലെ ഉണ്ട്. അതേമാതിരി തന്നെ ബാച്ചിലേഴ്സും ഉണ്ട്. ആർക്കും വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അടിക്കാനല്ല, അടിച്ചു പൊളിക്കാൻ. തെറ്റി പറഞ്ഞു നിങ്ങളത് തെറ്റി പറഞ്ഞാന്ന് വിചാരിക്കണം. അത് കേട്ടില്ല, അതൊന്നും പറയും. ഞാനത് തെറ്റി പറഞ്ഞാട്ടാ. അടിക്കലല്ല, അടിച്ചു പൊളിക്കാൻ. പൊക്കോ ചാടിപ്പൊക്കോ. ആരും പേടിക്കണ്ട, ഞാൻ വീണല്ല. എന്റെ പൊന്നിടാവേ നടന്നേ ആഴം കൂടി ഒടുങ്ങി. വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മളീ പാറയുടെ മണ്ടേക്ക് കയറാം. ഓക്കേ അപ്പൊ പെട്ടെന്നെ ഇനി ഇവരെ കാണാം നമുക്ക്. കമോൺ എവരിബഡി കമോൺ. കമോൺ ഡാ എടാ ഇറങ്ങി നടന്നോളാ. നമുക്കിവിടെ വേറെ ഫാമിലീസ് ഒക്കെ ഉണ്ട്. എല്ലാവരും ഓരോരോ സെപ്പറേറ്റ് ഏരിയാസ് എടുത്ത് ഇങ്ങനെ പോയി നിൽക്കാം. അപ്പോൾ നമ്മളും അങ്ങനെ ഇടയ്ക്കൊക്കെ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. വാറ് നീ ഷൂ ഊരിക്കളഞ്ഞ അതെന്ത് പറ്റി? ഷൂ അഴിക്കണ്ട? അടിപൊളി. ഓ മൈ ഗോഡ്, തുരുത്തു പോരെ ഏത്. പോന്നോട്ടെ. ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലേ? എന്റെ ഷൂ കഴിക്കണില്ലല്ലോ. എന്താലേ അടിപൊളി. സിമ്പിളായിട്ട് നടക്കട്ടെ നമുക്ക്. പാറാമോടൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നിങ്ങനെ ഉണ്ടാ. വൈബ് സ്റ്റേ. പോവാൻ പാടില്ലേട്ടാ. പോയേനെ. ആരും പേടിക്കണ്ട. കുറച്ച് ഒഴുക്ക് കൂടിയതാ, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല ഒഴുക്കാണ്. എന്താ പൊക്കോ ഒടുക്കത്തെ ഒഴുക്കായിട്ടാ. അതിലിരുന്നാ നീ ആ വഴിക്ക് പോവും. എന്റെ കാല് പോയി. അയ്യോ നിങ്ങളിത് കാണുക. അയ്യോ പോയി. ഇതിപ്പോ
പോണ വെള്ളത്തിന്റെ ഒപ്പം ഞാൻ പോവും ഇങ്ങനെ അത് ഒരെണ്ണപ്പനെ പോയാലേ പോയി ഒരു ചെരുപ്പ് പോയി രണ്ട് ചെരുപ്പും കളഞ്ഞിട്ട് ഒരാൾ വരണ കണ്ട നിങ്ങള് രണ്ട് ചെരുപ്പും പോയി ചെരുപ്പ് ദേക്കെടുക്കണ്. പിന്നെ കണ്ടില്ലേ ഞങ്ങൾ അവിടുന്ന് കൊറേ ഇങ്ങോട്ട് പോകുന്നപ്പോ ഒരു പാറ സെറ്റായി വെള്ളത്തിലൊന്ന് കുളിച്ച് ഉഷാറാവണം. അതൊന്ന് കാണിച്ചു കൊടുത്താണ് ബാക്കിലേക്കൊക്കെ ധൈര്യമായിട്ട് പോന്നോട്ടാ. ഞാനപ്പോളേ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങട്ടെ. നമ്മൾ പല വീഡിയോയിലും പറയും ഇവിടെ ഇറങ്ങാം, കുളിക്കാം, വെള്ളത്തിൽ ഇറങ്ങാന്ന്. ഇതുവരെ നമ്മൾ ഇറങ്ങാറില്ല, അങ്ങനെ കാണിക്കാറ് പതിവ്. പക്ഷെ നമ്മൾ ഇന്ന് എന്തായാലും ഇറങ്ങി കാണിക്കാം. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, അവിടെ ഇറങ്ങാം ഇവിടെ ഇറങ്ങാന്നൊക്കെ പറയുന്നില്ല, ഒരുത്തിൽ ഇറങ്ങണ കാണാനില്ലോ എന്ന്. സൂപ്പർ സ്ഥലാട്ടാ. നിങ്ങള് ഇത് പറ്റുന്ന വെച്ചാൽ വന്നോ. നമുക്ക് നല്ല പ്രൈവസി ഉണ്ട്, നല്ല വലിയ ഒരു അപകടം എന്ന് പറയാൻ മാത്രം ഇല്ല എന്ന് ഇവിടെ. നമ്മളിപ്പോൾ അതിരപ്പള്ളിയിലേക്ക് പോയിട്ട് അത് അവിടെ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടമാണ്. പിന്നെ അവിടെ നമ്മളെ ഇറക്കാൻ സമ്മതിക്കില്ല, അവിടെ പോലീസും ഭയങ്കര പ്രശ്നമായി. ഇവിടെ അങ്ങനത്തെ ഒരു അപകടമൊന്നും ഇല്ല. നമ്മൾ പറയുമ്പോൾ വഴിക്ക് വീഴാണ്ടും നോക്കി നടക്കണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി കളിക്കല്ലേ. നല്ല ഒഴുക്കാട്ടോ അവിടെ. ഒഴുകി പോവോ? ഒഴുക്കിനെ നീന്തി നോക്കണം. അതെ, ഈ പാറയപ്പ പിടിച്ച് കറന്നാ മതി. കണ്ട എന്താ സുഖം. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നല്ല ഒഴുക്കുണ്ട്. ഞാൻ ഒഴുക്കിലൊന്ന് കിടന്നു നോക്കിയതാണ്. നല്ല സുഖാട്ടാ. നമുക്ക് ഒഴുക്കില്ല പുറത്ത് കിടക്കാം. ഇപ്പൊ ഒഴുക്കിലൊന്ന് കിടന്നു നോക്കിയതാ. അവിടെ പോയി കിടക്കാം. അവിടെ ഒഴുക്കി ഇവിടെ വന്ന് കിടന്നോ. നല്ല പാടി, നല്ല സെറ്റപ്പാട്ടാ. നമ്മളിപ്പോ ഈ സ്ഥലം പരിചയപ്പെടുന്നത് എന്താണെന്നറിയോ, ഇത് കുറെ പേർക്ക് അറിയില്ല. അപ്പോ നമ്മൾ ഒരുവിധ ആൾക്കാരൊക്കെ അറിഞ്ഞ് വരണുള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളത്. നമ്മളെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഒഴുക്കുള്ളടത്ത് വന്ന് കിടക്കണം. എന്താ വെച്ചാൽ വെള്ളം ഒഴുകി പോണത് കുഴപ്പമില്ല, നല്ല വല്ലാണ്ട് ഒഴുക്കൊന്നുമില്ല. നമുക്ക് ചെറിയൊരു ഒഴുക്ക് ഇങ്ങനെ കെട്ടി നിൽക്കണോടത്തെ കാര്യം സുഖമല്ലേ നമുക്ക് ഇറങ്ങാൻ. ഇതാകുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ നല്ല എയിമാ. ഇവിടെ ഇങ്ങനെ കിടക്കാം നമുക്ക്. നമ്മുടെ സൂര്യൻ ഇപ്പോ ഇവിടെ നിന്നാലേ നമുക്ക് സൂര്യാസ്തമയം കാണാട്ടോ. അതേ കണ്ട സൂര്യൻ ഇങ്ങനെ അവിടെ ചുവന്ന് ഇങ്ങനെ താന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് ഇരുന്നാൽ നല്ല രസം. ഇവിടുത്തെ സീനറി ഇങ്ങനെ കാണാൻ. ഇതേപോലെ നിങ്ങൾക്ക് കണ്ട സൂര്യൻ്റെ ഒരു കളർ നമുക്ക് കാണണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ ചുറ്റുള്ള വിഷ്വൽസ് ഒന്ന് നോക്കിയേ. അടിപൊളി വിഷ്വൽസാ. ആ മലകളൊക്കെ സൈഡില് എന്ത് രസല്ലേ. സൂപ്പർ എൻജോയ്മെന്റ് ആട്ടോ ഇവിടെ. അതെ, നമുക്ക് കാണുമ്പോ തോന്നും വലിയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ പാറൊന്നും വലിയ താഴ്ചയൊന്നും ഇല്ല. സിമ്പിളായിട്ട് നമുക്ക് നടന്നു വരാം. അങ്ങോട്ട് ചില സ്ഥലത്ത് മാത്രാട്ടോ കുറച്ച് കുഴിയുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പാറമോട് നോക്കി നടന്നാൽ മതി. ചില സ്ഥലത്ത് കുണ്ട് പോലെയുണ്ട്, കുഴി പോലെയുണ്ട്.
നമ്മൾ വെള്ളത്തിൽ കിടന്നൊരു വ്ളോഗ് ചെയ്യാന്ന് വെച്ചിട്ടാ. നോക്കിയേ നിങ്ങൾ, വിശാലമായ നമ്മുടെ അതിരപ്പള്ളി പുഴ, അതിൽ കിടന്നിട്ട് ഇങ്ങനെ മണിക്കൂറോളം വന്ന് കിടക്കാൻ എന്ത് രസമാണെന്നറിയോ? വേണ്ട മക്കളെ, അതെ അടിപൊളി എക്സ്പീരിയൻസ് ആട്ടാ. എങ്ങനെ ഉണ്ടാകും ഞാനൊന്ന് പറഞ്ഞേ. പൊളിയല്ലേ? നിങ്ങൾ കണ്ട സൈഡിലൊക്കെ റിസോർട്ടുകൾ. നമ്മുടെ സൂര്യഭഗവാൻ ദേ ചോപ്പ കളറായിട്ട് ഇങ്ങനെ നിൽക്കണവൻ അസ്തമിക്കാൻ പോവാണ്. അത് അസ്തമിക്കണോണ് മുപ്പാടന്നെ നമ്മൾ ഇവിടുന്ന് പോവും. എന്നാലും ഇതിൽ കിടന്ന സുഖം അവനെ പറഞ്ഞിട്ടാണ്ട് തീരുന്നില്ല. അതെ, മറ്റേ ഇതിൽ പറഞ്ഞ മാതിരി ക്യാമറയും കൂടി ഞാൻ മുങ്ങുമ്പോൾ ഒപ്പം വെള്ളത്തിലേക്ക് മുങ്ങട്ടേട്ടാ. അപ്പം നമുക്ക് ആ ഒരു സീൻ കാണാം. നമ്മുടെ ഗോപ്രാണ് നമ്മളെ വെള്ളത്തിൽ മുക്കി നോക്കാൻ പോകുന്നേട്ടാ. എന്തിനുണ്ടാവണേന്ന് ഉണ്ടാവട്ടെ. നമുക്കിത് ഇതൊന്നും നോക്കണല്ലോ. അതെ, മൂക്കൊക്കെ ഒത്തിരി മുങ്ങല്ലേ. ഓക്കെ, ഒന്നും പറ്റില്ല. ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടിയില്ലേ? അപ്പോൾ ഞങ്ങളത് കണ്ടില്ലേ, ഒരു മണിക്കൂറോളം ഇപ്പോൾ ഇവിടെ ഇത് വിരിപ്പാറ എന്ന് പറഞ്ഞ് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് ആ പുഴ ഒഴുകി പോണ സ്ഥലമാണ്. ഇവിടെ വന്ന് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. ഇവിടെ ഇപ്പൊ അതായത് നിങ്ങൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആയിട്ടോ എങ്ങനെ വന്നാലും ഇവിടെ വന്നാൽ വെർത്താണ്. അതിലൊരു മാറ്റമില്ല കേട്ടോ. അതേമാതിരി തന്നെ പിന്നെ ആൽഫിൻ എന്ത് പറഞ്ഞാൽ നമ്മള് വന്ന് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയത്. നമ്മളിപ്പോ അതിരപ്പള്ളി പോണ പോലെ ഒന്നല്ല, നമ്മളിവിടെ വന്ന് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇടുന്ന അടിപൊളിയായിട്ട് ഭയങ്കര എൻജോയ്മെന്റ് ആണ്. പറഞ്ഞതൊക്കെ മനസ്സിലായില്ല, ഇങ്ങനെ സമയം പോണത് തന്നെ അറിയില്ല കേട്ടോ. ഞാൻ വന്നോക്കെ ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ വന്നോളൂ. അപ്പയും പറഞ്ഞ് പോവാറേ സൂര്യ അസ്തമിക്കുന്നൊക്കെ ലൈവായി നമ്മൾ കണ്ടു. നമ്മൾ പോവാ എന്തായാലും വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. വരണം ഞാൻ പറയണേ ശരിക്കും. ഈ സ്ഥലം ഒന്നും അധികം പേർക്ക് അറിയില്ല. നമ്മളെന്തായാലും ഇവിടെ വന്ന് നിങ്ങൾ ഇതൊന്ന് എൻജോയ് ചെയ്ത് പോണെന്ന് ഞാൻ പറയും. ഈ സ്ഥലം നമ്മൾ പരിചയപ്പെടുത്തണേ. പലരും അറിയായിരിക്കും, അറിയാത്തവർക്ക് അടിപൊളി സ്ഥലമാണ്. പിന്നെ അപകട സാധ്യത വളരെ കുറവാണ്. അപ്പൊ നമുക്ക് നന്നായി ഇറങ്ങാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫാമിലികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. നല്ലൊരു സ്ഥലമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. നിങ്ങളും വന്നു കഴിഞ്ഞാൽ നിങ്ങളും പറയും അടിപൊളിയായിരുന്നു എന്ന്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേമാതിരി കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ ബൈ.